നമസ്കാരം. വിഷുവിൻ്റെ സമയത്ത് മന്തി വിവാദം പ്രേക്ഷകർ ഓർക്കുന്നുണ്ടോ? ചേർത്തലയിലെ മെഹർ മന്തി എന്നൊരു മുസ്ലിം ലീഗ് നേതാവിൻ്റെ മകൻ നടത്തുന്ന അല്ലെങ്കിൽ മകൻ പങ്കാളിയായിട്ടുള്ള ഒരു മന്തി റെസ്റ്റോറൻറ്റ്, ഉണ്ണിക്കണ്ണൻ മന്തിക്ക് വേണ്ടി കൊതിയോടുകൂടി കൈനീട്ടുന്നൊരു ഡിജിറ്റൽ പോസ്റ്റർ പുറത്തുവിടുകയും പിന്നീട് വിവാദമായപ്പോൾ അത് പരസ്യ കമ്പനിയുടെ കുഴപ്പമാണ്, ഞങ്ങളുടെ കുഴപ്പമല്ല, ആർക്കെങ്കിലും വിഷമമായെങ്കിൽ മാപ്പ് എന്നുള്ള പതിവ് ജിഹാദികളുടെ രീതിയിലുള്ളൊരു മാപ്പും പറഞ്ഞ് തടിയൂരിയ വിവാദം. ആ വിവാദത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് ഓർക്കുന്നുണ്ടോ? മറ്റൊരു രീതിയിലുമല്ല, അവർ പ്രതികരിച്ചത് വെറുപ്പിനെതിരെ നമുക്കൊന്നിക്കാം, ഇത്തരത്തിലൊന്നും പറയരുത്, ഒരു തെറ്റ് പറ്റിപ്പോയി. അടിസ്ഥാനപരമായിട്ട് ഹൈന്ദവ വിശ്വാസങ്ങളെ ഏതൊക്കെ രീതിയിൽ അപമാനിക്കാമോ ആ രീതിയിലൊക്കെ അപമാനിക്കുവാനുള്ള ഒരു കാലമാണിപ്പോൾ നമ്മുടെ മുൻപിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കാലത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് AI ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ മാത്രമേ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. അത്തരത്തിൽ പല പ്രശ്നങ്ങളും നാം നേരിടേണ്ടി വരുന്നുണ്ട് ഹിന്ദുമത വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ആരാധ്യരായിട്ടുള്ള ദേവീദേവന്മാരുടെ ചിത്രങ്ങളെ അപഹാസ്യമായ രീതിയിൽ പരസ്യത്തിന് വേണ്ടിയിട്ട് അത് ട്രെൻഡാണ്, ജെൻസിക്ക് അതാണ് ഇഷ്ടമെന്ന് അവർ തന്നെ അങ്ങ് തീരുമാനിച്ച് കണ്ട ജിഹാദികളും മറ്റുള്ളവരും ദുരുപയോഗം ചെയ്യുമ്പോൾ അതിനെതിരെ നാം പ്രതികരിച്ചാൽ അത് വെറുപ്പിൻ്റെ രാഷ്ട്രീയമായി മാറുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഇപ്പോൾ ഇത് ഈ മെഹർ മന്തി എന്ന ആ ജിഹാദിയുടെ കടയുടെ കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചത്, ആ പരസ്യത്തിൻ്റെ കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചത് ഓണം അടുത്ത് വരികയാണ്. ആ ഒരു ട്രെൻഡുണ്ടല്ലോ, ഹൈന്ദവ വിശ്വാസങ്ങളെ അപമാനിക്കുക എന്നുള്ള ട്രെൻഡ്, അത് വീണ്ടും പതിയെ പതിയെ ഉയർന്നു വരികയാണ്. ഇപ്പോൾ രാമായണ മാസമായതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്തൊരു ട്രെൻഡ് ഇന്നലെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇന്ന് രാവിലെയും പറഞ്ഞിരുന്നു. ഇനി അങ്ങോട്ടേക്ക് രാമായണത്തിൻ്റെ വ്യാഖ്യാനങ്ങളും ഫാൻ ഫിക്ഷനുമായി ജാതികുമാരന്മാരിറങ്ങും. മീഡിയ മുക്കാലിലും മറ്റ് അനുബന്ധ ദൃശ്യ ലിഖിത മാധ്യമങ്ങളിലും എല്ലാമായി രാമായണത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് രാമൻ 5 നേരം നിസ്കരിച്ചിരുന്നു തുടങ്ങി രാമൻ കുഴിമന്തി കഴിച്ചിരുന്നു എന്നതുവരെയുള്ള വ്യാഖ്യാനങ്ങൾ ഇനി നാം കാണേണ്ടി വരും. അത് ഗതികേട് കുറച്ച് കാലമായിട്ടുള്ളതാണ്. കാരണം രണ്ടാമൂഴം എന്നൊരു ഫാൻ ഫിക്ഷൻ MT വാസുദേവൻ നായർ എഴുതിയപ്പോൾ തുടങ്ങിയതാണ് ഈ ഒരു ഗതികേട്. അതവിടെ നിൽക്കട്ടെ. സാഹിത്യത്തിലേക്ക് നമുക്ക് മറ്റൊരവസരത്തിൽ പോകാം. ഇപ്പോൾ പരസ്യങ്ങളിലേക്ക് വരാം. പുതിയൊരു പരസ്യം മാവേലിയാണ് ഇര. ശരിയാണ്, മാവേലിയെ പണ്ട് മുതൽ തന്നെ കുടവയറിനായും കുട പിടിച്ചും ഒരു കോമാളി കഥാപാത്രമായി ചിത്രീകരിക്കുന്ന ഒരു പാരമ്പര്യം കേരളത്തിനുണ്ട്. ഓണത്തപ്പ കുടവയറ എന്നുള്ളത്, ഓണത്തപ്പൻ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വാമന ജയന്തി ആയിട്ട് ബന്ധപ്പെട്ട് ചില വിവാദങ്ങളുണ്ട്. അതും നമുക്ക് മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാം. പക്ഷേ മഹാബലി എന്നുള്ള മഹാരാജാവ്, അസുര രാജാവ്, ആരോഗ്യ ദൃഢഗാത്രനായ ഒരു യോദ്ധാവായിരുന്നു. അതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത് അതാണ്. ഈ കാണുന്നത് പോലെയല്ല ചിത്രീകരണം. അത് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് മാറിത്തുടങ്ങിയിരുന്നു. പക്ഷേ അപ്പോൾ അത് മാറ്റി തുടങ്ങിയപ്പോൾ അവരെന്താണ് ചെയ്തത്? മഹാബലി ഒരു ദ്രാവിഡ രാജാവാണെന്നുള്ളത്, ഈ ദ്രാവീഡിയൻ സിദ്ധാന്തം എന്നുള്ള ഒരു അബദ്ധം EV രാമസ്വാമി എന്ന ചില ദ്രാവിഡ രാഷ്ട്രീയക്കാർ പെരിയോർ എന്ന് വിളിക്കുന്നൊരു രാജ്യവിരുദ്ധൻ്റെ ഉപജ്ഞ തലയിൽ ഉദിച്ചൊരു സിദ്ധാന്തമാണ് ദ്രവീഡിയൻ സിദ്ധാന്തം. ദ്രാവിഡം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചവരിൽ ഒരാൾ ആദിശങ്കരാചാര്യനാണ്. ഞാൻ ദ്രാവിഡ പുള്ളയാണ് എന്ന് തമിഴ്നാട്ടിൽ പറഞ്ഞത്. ദ്രാവിഡ പുള്ള എന്ന് പറഞ്ഞാൽ ദ്രവം ചുറ്റപ്പെട്ട ഇടം, അത്രയേ ഉള്ളൂ. സംസ്കൃതമാണത്, സംസ്കൃത പദമാണ് ഈ ദ്രാവിഡം എന്നുള്ളത്. ദ്രാവിഡ രാജാക്കന്മാരെന്നൊരു വിഭാഗം നമ്മുടെ നാട്ടിലില്ലായിരുന്നു. കാരണം അത്തരത്തിലുള്ള അവരൊന്നും സ്വയം ദ്രാവിഡരെന്ന് വിളിച്ചിരുന്നില്ല. അതാണ് സത്യം. അത് മറ്റൊരു വശം. അപ്പോൾ അങ്ങനെ ചിത്രീകരിക്കുമ്പോൾ അതിനൊരു അബദ്ധ സിദ്ധാന്തം കൊണ്ടുവന്ന് വയ്ക്കും. മറുവശത്ത് മഹാബലിയെ കോമാളിയാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള പരസ്യങ്ങളുടെ പ്രവാഹമായിരിക്കും. അതിൻ്റെ ഒരു തുടക്കം ഈ കഴിഞ്ഞ ദിവസം ജയഗാർഡ് എന്ന് വീടുകളൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്ന ഒരു കമ്പനിയുടെ പരസ്യം, തൊപ്പിയും കൂളിംഗ് ഗ്ലാസുമൊക്കെ വെച്ച് ഒരു ആട്ടിൻ താടിയും വെച്ച ഒരു മഹാബലി രൂപത്തിലുള്ള സാദൃശ്യം. മഹാബലി എന്നൊരിടത്തും പറയുന്നില്ല, പക്ഷേ ഓണം വരുന്നത് കൊണ്ട് കണ്ടാലറിയാം. പരസ്യത്തിൻ്റെ തുടക്കവും ഇതാണ്, ഓണം വരികയല്ലേ, വീട് വൃത്തിയാക്കണ്ടേ. ആ പരസ്യത്തിൻ്റെ ഒരു ചിത്രം ഞാൻ ഇതിനോടൊപ്പം കൊടുക്കാം, പ്രേക്ഷകരൊന്ന് കണ്ടു നോക്കൂ. ആ കമ്പനിയുടെ പേര് മറച്ച രീതിയിലാണ് എൻ്റെ കയ്യിൽ ആ പരസ്യം കിട്ടിയത്. പക്ഷേ ജയഗാർഡ് എന്നാണ് ആ കമ്പനിയുടെ പേര് മറക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് അങ്ങനെ ഒരു പരസ്യം കൊടുക്കാമെങ്കിൽ ആളുകൾ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ അവരിത് ചെയ്യുന്നത്. അതുകൊണ്ട് ആളുകൾ അറിയട്ടെ എന്ന് നമ്മളും തീരുമാനിക്കുന്നു. ഈ കമ്പനിക്ക് ഇത് വളരെ നിഷ്കളങ്കമായി തോന്നിയേക്കാം. ഒരുപക്ഷെ ആ കമ്പനിയിലെ ഉടമകളും തൊഴിലാളികളും എന്തെങ്കിലും ദുരുദ്ദേശം വെച്ച് ചെയ്തതുമാകില്ല, അങ്ങനെ ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിലൊരു ട്രെൻഡ്, ഇതൊരു
രീതിയാണ്. ഈ രീതിയിൽ നമ്മൾ പരസ്യം ചെയ്താലേ ആളുകൾ ശ്രദ്ധിക്കൂ എന്നുള്ളൊരു ധാരണ അവരുടെ മനസ്സിൽ എങ്ങനെ ഉറച്ചു? അവിടെയാണ് ഈ മെഹർ മന്തി പോലുള്ള ജിഹാദികളുടെ ആസൂത്രിതമായ പദ്ധതികൾ ഫലം കാണുന്നത്. അവരിതൊരു ട്രെൻഡാക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ഇറക്കി വിട്ടത്. അന്നത്തെ ഈ മെഹർ മന്തി മാത്രമല്ല, 7ഓളം മന്തിക്കടകൾ ഒരു നിരയിൽ തന്നെ നാഷണൽ ഹൈവേയുടെ പാർശ്വഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്ന 7ഓളം മന്തിക്കടകൾ വിവിധ രീതിയിൽ ഉണ്ണിക്കണ്ണനെ കുഴിമന്തി കൊതിയനായി അവതരിപ്പിച്ച് ആഹ്ലാദിച്ചു. അതിലൊരു സുഖം കണ്ടെത്തി. കാരണം ഈ ജിഹാദികളുടെ ഒരു രീതി അതും കൂടിയാണ്. ഈ അപമാനിക്കൽ എന്നുള്ളത് അവർക്കൊരു മനോരതി പോലെയാണ്, ആത്മരതി പോലെയാണ്. അത് അത്തരത്തിലുള്ളൊരു സംതൃപ്തി അവർക്ക് നൽകും. കാരണം അങ്ങനെയാണ് അവരുടെ മതവിശ്വാസം അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. മറ്റ് മതങ്ങളുടെ വിശ്വാസങ്ങളെ പരമാവധി അപമാനിക്കണം എന്നുള്ള രീതിയിൽ. അതിനുവേണ്ടി കൂടിയാണ് ഈ ഇത്തരത്തിലുള്ള പരസ്യങ്ങളും ഇത്തരത്തിലുള്ള ഉദ്യമങ്ങളും അവർ നടത്തുന്നത്. ഇത് നിങ്ങൾ എതിർത്താലും എതിർത്തില്ലെങ്കിലും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. എതിർക്കാനുള്ളവർ എതിർത്തുകൊണ്ട് തന്നെ ഇരിക്കും. വെറുപ്പിൻ്റെ രാഷ്ട്രീയമെന്ന് പേര് കേട്ടാലും അല്ലെങ്കിൽ വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവരെന്നുള്ള പട്ടം ചാർത്തിക്കിട്ടിയാലും അത് കാര്യമാക്കാതെ മുന്നോട്ട് പോകുന്നവർ ഇതിനെ കാര്യമായി തന്നെ എതിർത്തുകൊണ്ടിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത്, ഒരു സമൂഹം മുഴുവനായി ഇതിനെ നിസ്സംഗതയോടുകൂടി കണ്ടു കഴിഞ്ഞാൽ ഇത് ട്രെൻഡാണ് എന്നുള്ള അവരുടെ ഒരു പ്രചാരണമുണ്ടല്ലോ, അത് ഇനിയും കൂടുതൽ ആളുകളുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കപ്പെടും. ജേഗാർഡ് പോലുള്ള കമ്പനികൾ ഇനിയും ഉണ്ടായി വരും. ഇന്ന് മഹാബലി ചൂലുമായി വീട് വൃത്തിയാക്കാൻ നിൽക്കുകയാണെങ്കിൽ നാളെ മഹാബലി ഒരുപക്ഷെ അടിവസ്ത്രത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചെന്ന് വരും. അല്ലെങ്കിൽ മഹാബലി മറ്റെന്തെങ്കിലും കോണ്ടത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചെന്ന് വരും. ഒരുപക്ഷെ വാമനൻ കോണ്ടത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചെന്ന് വരും. കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥത പെട്ടെന്ന് ഭക്തരായിട്ടുള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ ആ അസ്വസ്ഥത നേരിട്ട് ഇത്തരത്തിലുള്ള ചിത്രങ്ങളും പരസ്യങ്ങളും AI നിർമ്മിത ബുദ്ധി നിർമ്മിതമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണുമ്പോഴുള്ള അസ്വസ്ഥത ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഈ പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്കെതിരെ അവർ അറിയാതെ ചെയ്തതാണെങ്കിൽ അവരുടെ ജേഗാർഡിൻ്റെ സാമൂഹ്യ മാധ്യമ പേജുകളിൽ അവരെ അത് അറിയിക്കുക. ഇത്തരത്തിൽ ചെയ്യരുത്, മറ്റു രീതിയിൽ പല രീതിയിൽ പരസ്യം ചെയ്യാം. ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഹൈന്ദവ വിശ്വാസങ്ങൾ മാത്രമേ ഇത്തരത്തിൽ പരസ്യത്തിൽ ട്രെൻഡായി ഹാസ്യവൽക്കരിക്കപ്പെടുകയുള്ളൂ, പരിഹസിക്കപ്പെടുകയുള്ളൂ. യേശുക്രിസ്തു, അള്ളാഹുവോ മുഹമ്മദോ ഒന്നും ഇത്തരത്തിലുള്ള പരസ്യത്തിൽ, ആലോചിച്ച് നോക്കൂ, മുഹമ്മദിൻ്റേത് എന്ന് പ്രചരിക്കുന്ന രീതിയിലുള്ള ചിത്രം വെച്ച് ചൂലുമായിട്ട് ഓണം വരികയല്ലേ ഞാൻ നിങ്ങളുടെ വീട് വൃത്തിയാക്കി തരാം എന്നൊരു ചിത്രം വന്നാലോ, അല്ലെങ്കിൽ റംസാൻ്റെ സമയത്ത് അങ്ങനെ വന്നാലോ, പെരുന്നാളിൻ്റെ സമയത്ത് വന്നാലോ, ക്രിസ്മസിൻ്റെ സമയത്ത് യേശുവിൻ്റെ അത്തരത്തിലൊരു ചിത്രം വന്നാലോ, ആലോചിച്ച് നോക്കൂ. മദ്യനിരോധനത്തിനെതിരെ അവസാന അത്താഴത്തിൻ്റെ പരസ്യം വെച്ച് ഒരു പരസ്യം ആരെങ്കിലും ചെയ്താലോ, ഒരു പൊതു താല്പര്യ പ്രകാരം അല്ലെങ്കിൽ പൊതുജന നന്മയ്ക്ക് വേണ്ടി ചെയ്താലോ, ഇതിനൊക്കെ എതിരെ ഉണ്ടാകുന്ന വിവാദങ്ങൾ എത്തരത്തിലുള്ളതായിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുകയാണെങ്കിൽ തന്നെ ക്രിസ്ത്യാനികളും ഒട്ടും മോശമല്ല ഇത്തരത്തിൽ രൂക്ഷമായി പ്രതികരിക്കുന്നതിന്. ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്ന പുസ്തകത്തിൻ്റെ ചരിത്രമൊന്ന് പ്രേക്ഷകർ അന്വേഷിച്ച് നോക്കിയാൽ മതി. പുതു തലമുറയിൽപ്പെട്ടവർക്ക്, ഒരു 40 വയസ്സിന് മുകളിലുള്ളവർക്ക് ആ ചരിത്രം കൃത്യമായിട്ടറിയാം. ഈ എങ്ങനെയുള്ള കലാപമാണ് കേരളത്തിലുണ്ടായത്. കലാപമെന്ന് പറയുന്ന രക്തരൂക്ഷിതമായ രക്തപങ്കിലമായിട്ടുള്ള കലാപമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വലിയ വിവാദങ്ങളുണ്ടായി, വലിയ വിമർശനങ്ങളുണ്ടായി, പുസ്തകം നിരോധിക്കപ്പെട്ടു, നിയമപരമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് വിരുദ്ധമായിട്ട് നിന്ന് കോൺഗ്രസിനെതിരെ പടപൊരുതി. ഒടുവിൽ അവരും പത്തിമടക്കി. അവരും അവരുടെ ഒരു മനോഭാവം മാറ്റി. അവരുടെ ഒരു ഇതിനോടുള്ള പിന്തുണ അവർ പരസ്യമായി പിൻവലിച്ചില്ലെങ്കിൽ പോലും അവർ പിൻവാങ്ങി. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരു ചോദ്യപേപ്പറിൽ മുഹമ്മദിനെയും നായിൻ്റെ മോനെയും ഒരുമിച്ച് ചേർത്ത് ഒരു കഥാപുസ്തകത്തിലെ ഒരു കഥാസാരത്തിൻ്റെ ഒരു കഥാഭാഗം അവതരിപ്പിച്ചതിന് ജോസഫ് മാഷിന് നഷ്ടമായത് കൈയും കാലും മാത്രമല്ല, സ്വന്തം ജീവിതം തന്നെയാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന ആളുകൾ ഉള്ളപ്പോൾ അവരുടെ മതവിശ്വാസങ്ങളെ പരിഹസിക്കുവാൻ ഒരു പരസ്യവും മുതിരില്ല, അതിനൊരു ട്രെൻഡുമില്ല. ആലോചിച്ച് നോക്കൂ, ഇതിനേക്കാൾ കൂടുതൽ പ്രചാരം അതിന് കിട്ടും. കാരണം യേശുവിൻ്റെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതുവരെ കാണാത്തൊരു പുതുമയാണ്, ആരും ധൈര്യപ്പെടാത്തൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചാരം ലഭിക്കും അതിന്. അത്തരത്തിലുള്ള പ്രചാരത്തിന് ആരും മുതിരില്ല. ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങൾക്ക് ചോദിക്കുവാനും പറയാനും ആളില്ല. അതുകൊണ്ട് തന്നെ പലർക്കും ഇപ്പോൾ ഹിന്ദുക്കൾക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ തോന്നാം, ഓ ഇതിപ്പോൾ എന്താ വലിയ കാര്യമാക്കാനുള്ളത്, മഹാബലി ചൂലും പിടിച്ചുകൊണ്ടിരിക്കുന്ന പല രീതിയിൽ വരുന്നതല്ലേ, മഹാബലിയെക്കുറിച്ച് എത്ര മിമിക്രി കാസറ്റുകൾ ഇറങ്ങുന്നു. ശരിയാണ്, നിഷ്കളങ്കമായ കാലത്ത്, നിഷ്കളങ്കമായ ഹാസ്യം ആസ്വദിക്കാവുന്ന കാലത്ത് മറുവശത്ത് ഇത്തരത്തിലുള്ള ശുദ്ധഹാസ്യം ആസ്വദിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഇതെല്ലാം അനുവദനീയമായിരുന്നു. കാരണം അവർ ഇങ്ങോട്ട്
ശിവനെക്കുറിച്ചൊരു തമാശ പറഞ്ഞാൽ തിരിച്ച് അള്ളാഹുവിനെയോ മുഹമ്മദിനെയോ കുറിച്ച് തമാശ പറയുമ്പോൾ അവരസ്വസ്ഥരാകാത്തൊരു കാലമുണ്ടായിരുന്നു. വളരെ ചുരുക്കം ആളുകൾ. അന്നും അവരുടെ ഇടയിൽ ഇതൊരു വലിയ വിശ്വാസം തന്നെയായിരുന്നു. എന്നാലും ചുരുക്കം ചില ആളുകൾ അവരുടെ ഇടയിലും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആളുകൾ ഇന്നില്ല. അവരുടെ വിശ്വാസത്തെ പരിഹസിക്കുമ്പോൾ അവർക്ക് നോവുമെങ്കിൽ അവർ ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസത്തെയും പരിഹസിക്കാതിരിക്കുക തന്നെയാണ്. അല്ലാതെ ഉദാരമതികളായിട്ടുള്ള ഹിന്ദുക്കൾ എല്ലാം സഹിച്ച് ക്ഷമിച്ച് വിശാല മനസ്കനായ ആശാൻ ജിഹാദികളോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള മനോഭാവവുമായി നാം മുന്നോട്ട് പോകുമ്പോൾ അവർ മനസ്സിൽ ചിരിക്കുകയാണ്. ഈ മണ്ടന്മാർ നമ്മുടെ കെണിയിൽ കൂടുതൽ കൂടുതൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമാണ് അവരുടെ മനസ്സിലെ ചിന്ത. അതുകൊണ്ട് മഹാബലി ചൂലല്ല എടുക്കേണ്ടത്, അദ്ദേഹം ഓലക്കുട മാത്രമാണ് എടുക്കേണ്ടത്. വാൾ അദ്ദേഹം താഴെ വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ഇന്ദ്രാസനത്തിലേക്ക് അദ്ദേഹം ചുവട് വെച്ച് കയറുമ്പോൾ മാത്രമേ അദ്ദേഹം വാള് കയ്യിലെടുക്കുകയുള്ളൂ. അതുകൊണ്ട് മഹാബലി ഓലക്കുടയുമായി തന്നെ തുടരണം. ചൂലല്ല മഹാബലിയുടെ കയ്യിൽ വേണ്ടത്. ജെ ഗാർഡായാലും ജിഹാദി ഗാർഡായാലും മൗലാന ഗാർഡായാലും ആരായാലും അബദ്ധത്തിൽ ചെയ്തതാണെങ്കിലും അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിലും ഈ പരസ്യം നിന്ദ്യമാണ്. അതിന് ഒരു സംശയവുമില്ല, ഇതിന് തർക്കവുമില്ല, വാദപ്രതിവാദവുമില്ല. ഇത് നിന്ദ്യമായൊരു പരസ്യം തന്നെയാണ്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അത് തീർച്ചയായും ഞാനതിന് വാദപ്രതിവാദങ്ങളില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ പ്രതികരണങ്ങൾ തടയുന്നു എന്നുള്ളതല്ല. പ്രതികരണങ്ങൾ തീർച്ചയായും അറിയുക തന്നെ വേണം. ആ പ്രതികരണങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പരമാവധി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. ഇതിൽ വാദപ്രതിവാദങ്ങൾ വ്യക്തിപരമായി ഞാനില്ല, എൻ്റെ വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതല്ല. സംവാദങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.